الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണം എന്നാമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമോദിക്കൊണ്ട് വീണ്ടും ഒരു ഈദുൽ ഫിത്തറിന് നാം സാക്ഷിയായിരിക്കുകയാണ്. സന്തോഷത്തിന്റെ ഈ സന്ദർഭത്തിൽ എല്ലാവർക്കും ഈദാശംസകൾ കൈമാറുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅമാൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു സന്ദർഭത്തിൽ ഈദ് മുസല്ലയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന, പരിശുദ്ധ റമദാനിന് സമാപനം കുറിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ഏതാനും ചില ചിന്തകൾ മാത്രം സൂചിപ്പിക്കുവാനാണ് ഈ ഈദ് ഖുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ റമദാൻ നമ്മിൽ നിന്ന് സ്വീകരിച്ചോ എന്നുള്ളതാണ്. റമദാനിലെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരു മാസക്കാലം കഴിഞ്ഞുകൂടാൻ ഭാഗ്യം ലഭിച്ച വിശ്വാസികളെ, റമദാനിലെ നമ്മുടെ നോമ്പും നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ മറ്റു പ്രാർത്ഥനകളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിനോട് ഇനിയുള്ള നാളുകളിൽ നിരന്തരമായ നമ്മുടെ പ്രാർത്ഥന ഇത് തന്നെയായിരിക്കണം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. നമുക്ക് കേട്ടുപരിചയമുള്ള ഒരു പ്രാർത്ഥനയാണ്. ഏതൊരു അമൽ ചെയ്താലും, ഏതൊരു കർമ്മം കഴിഞ്ഞാലും ആ കർമ്മം പടച്ച റബ്ബേ നീ സ്വീകരിക്കണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അതാണല്ലോ ഈദാശംസകൾ കൈമാറുന്നിടത്ത് പോലും
വിശ്വാസികൾ പരസ്പരം പങ്കുവെക്കുന്ന വാചകം തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും നിങ്ങളിൽ നിന്നുമൊക്കെ ഈ കർമ്മങ്ങളൊക്കെയും സ്വീകരിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമതായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, റമദാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന അപാരമായ അനുഗ്രഹമായിരുന്നു. ആ അനുഗ്രഹം നമ്മോട് യാത്ര ചോദിച്ചിരിക്കുകയാണ്. ഈ റമദാൻ കൊണ്ട് നാം എന്ത് നേടിയെന്ന് ചോദിച്ചാൽ, ഈ റമദാൻ നമുക്കെന്ത് സമ്മാനിച്ചു എന്ന് ചോദിച്ചാൽ, അതിനുള്ള ഉത്തരം, നമുക്ക് പറയാൻ കഴിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം, എനിക്കെന്റെ നാഥനുമായിട്ടുള്ള ബന്ധം അതിശക്തമാക്കാൻ സാധിച്ചു എന്നതായിരിക്കണം. എന്റെ നോമ്പിലൂടെ, എന്റെ ഖുർആൻ പാരായണത്തിലൂടെ, നമ്മുടെ നമസ്കാരങ്ങളിലൂടെ എന്റെ റബ്ബുമായിട്ടുള്ള ബന്ധം അതിശക്തമാക്കാൻ എനിക്ക് സാധിച്ചു എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, എന്റെ നാഥനിലേക്ക് എനിക്ക് കൂടുതൽ അടുക്കാൻ സാധിച്ചു എന്ന് പറയാൻ, അതാണല്ലോ നോമ്പിന്റെ ലക്ഷ്യമായി അല്ലാഹു പറഞ്ഞതും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വയുണ്ടാകുന്നതിനു വേണ്ടി എന്നതാണ്. അതെ, അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ, തഖ്വ നേടിയ മനുഷ്യരായി മാറാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. ഇതാണ് ഏറ്റവും പ്രധാനമായും രണ്ടാമത്തെ കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേടിയ അമലുകൾ നിലനിർത്താൻ നമുക്ക് സാധിക്കണം. നോക്കൂ നിങ്ങൾ, ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഒരിക്കലും സീസൺ ഭക്തിയല്ല. ഏതെങ്കിലും മാസത്തിലോ ഏതെങ്കിലും പ്രത്യേക ദിവസങ്ങളിലോ മാത്രം അള്ളാഹുവിനെ ഭയപ്പെടണം, ഇബാദത്തുകൾ ചെയ്യണമെന്നല്ലല്ലോ ഇസ്ലാം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ പറയുന്നത്, ലാ തകുൻ റമദാനിയൻ വലാ ശവ്വാലിയൻ വലാകിൻ കൂനു റബ്ബാനിയ. നിങ്ങൾ ശവ്വാലിന്റെ ആളുകളല്ല, നിങ്ങൾ റമദാനിന്റെ ആളുകളായി മാറരുത്, നിങ്ങൾ അള്ളാഹുവിന്റെ ആളുകളായി മാറണം എന്ന് പറയുവാനുള്ള കാരണം അതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ റമദാനിൽ നമ്മുടെ അടുത്ത നോമ്പുകൾ, നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ ഖുർആൻ പാരായണങ്ങൾ, നമ്മുടെ സ്വതക്കകൾ അവസാനിക്കരുത്. സുന്നത്തായ നോമ്പുകളിലൂടെ, സുന്നത്തായ മറ്റു അമലുകളിലൂടെ, ഖുർആൻ പാരായണങ്ങളും മറ്റെല്ലാ അമലുകളും സ്വതക്കകളും ഇനിയുള്ള ദിവസങ്ങളും നിലനിർത്താൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മുന്നിലൂടെ ഒരു പക്ഷേ ചില ബക്കറ്റുകൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്നേക്കാം. അതെന്തിനെന്നറിയുമോ നിങ്ങൾക്ക്? രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽകാൻ, അവർക്കെത്തിക്കാൻ നമ്മളത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ആ സ്വതക്കയുടെ മറ്റൊരു കാര്യം, ഈ ഈദ്ഗാഹുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന ചില ചെലവുകളില്ലേ, അതിലേക്ക് എടുക്കുവാനും കൂടിയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈദ്ഗാഹിലെ സ്വതക്കയെ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം, അതൊരു സുന്നത്താണ് എന്നതുകൊണ്ടും പ്രത്യേകമായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അമൽ സ്വാലിഹാത്തുകൾ മരണം വരെ നിലനിർത്താൻ നമുക്ക് സാധിക്കണം. അതാണ് ഖുർആൻ പറഞ്ഞതും, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മരണം വരെ, അവസാന ശ്വാസം വരെ ഇബാദത്തുകൾ ചെയ്യാൻ, അല്ലാഹുവിനെ ആരാധിച്ചുകൊണ്ടേയിരിക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. മൂന്നാമത്തെ കാര്യം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമദാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പരിശീലിപ്പിച്ച മാസമായിരുന്നു. അതിലേറ്റവും പ്രധാനമായും ഒന്ന്, നോ, എനിക്കത് പാടില്ല എന്ന് പറയാൻ പരിശീലിപ്പിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, റമദാൻ മാസത്തിൽ അതിന്റെ പകൽ സമയത്ത് മറ്റു മാസങ്ങളിൽ അനുവദിക്കപ്പെട്ടത് പോലും റമദാനിന്റെ പകലുകളിൽ എനിക്കാവശ്യമുണ്ടായിട്ട് പോലും എന്റെ റബ്ബ് മാറ്റിവെക്കാൻ പറഞ്ഞപ്പോ എനിക്ക് മാറ്റിവെക്കാൻ സാധിച്ചുവെങ്കിൽ, റമദാൻ കഴിഞ്ഞാൽ അള്ളാഹു നിരോധിച്ചതിലേക്ക് നമ്മുടെ കൈകാലുകൾ പോയിക്കൂടാ, നമ്മുടെ കണ്ണുകൾ പോയിക്കൂടാ, നമ്മുടെ മറ്റവയവങ്ങൾ പോയിക്കൂടാ എന്ന കാര്യം സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ശരിയാണ്, പെരുന്നാൾ ആഘോഷിക്കാനുള്ളതാണ്, പെരുന്നാൾ സന്തോഷിക്കാനുള്ളതാണ്, സന്തോഷങ്ങൾ പങ്കുവെക്കാൻ കഴിയണം. ഇസ്ലാം അനുവദിക്കപ്പെട്ട എല്ലാ ആഘോഷങ്ങളിലും നമ്മൾ പങ്കെടുക്കണം. കുടുംബങ്ങളെ സന്ദർശിക്കണം, അയൽവാസികളെ സന്ദർശിക്കണം, ബന്ധുക്കളുമായിട്ടുള്ള ബന്ധം ശക്തമാക്കണം. അതുപോലെ തന്നെ നല്ല വസ്ത്രം ധരിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം, അതുപോലെ തന്നെ യാത്രകൾ നടത്തണം. അനുവദിക്കപ്പെട്ട യാത്രകളും സന്തോഷങ്ങളും സല്ലാപങ്ങളും ഇതൊക്കെയാവണം. ഇതിനൊക്കെയും അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഒരു കാര്യം അടിവരയിട്ട് മനസ്സിലാക്കണം. ഈ ഈദ് മുസല്ലയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന, റമദാനിന്റെ സമാപനം കുറിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കട്ടെ, ആഘോഷമല്ലേ, പെരുന്നാളല്ലേ എന്ന് വിചാരിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ, ഹറാമുകൾ ഒരിക്കലും ഹലാലാകുന്നില്ല എന്ന കാര്യം
നമ്മൾ മനസ്സിലാക്കണം. ഹറാമുകൾ ഒരിക്കലും നമ്മുടെ സന്തോഷങ്ങളിലേക്ക് കടന്നു വരാൻ പാടില്ല എന്ന കാര്യം തിരിച്ചറിയണം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചില്ലേ, ഇന്ന് ഏത് ആഘോഷത്തിനും ഹറാമുകൾ കടന്നു വരികയാണ്. മദ്യമില്ലാത്ത, മയക്കുമരുന്നില്ലാത്ത ഒരു ആഘോഷത്തെക്കുറിച്ച്, ഒരു സന്തോഷത്തെക്കുറിച്ച്, ഒരു ഗെറ്റുഗദറിനെ കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയാത്ത ചുറ്റുപാടിലേക്ക് ഇന്ന് കാലം മാറിയിരിക്കുകയാണ്. മദ്യവും മയക്കുമരുന്നും വ്യാപകമായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ കാലത്തെ, ഈ സമയത്തെ പിടിച്ചുകുലുക്കുന്ന, ലോകത്തെ, രാജ്യത്തെ പിടിച്ചുകുലുക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം മയക്കുമരുന്നാണ്, ലഹരിയാണെന്ന് ഒറ്റവാക്കിൽ നമുക്ക് പറയാൻ കഴിയും. ലോകരാജ്യങ്ങൾ ലഹരിയെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയും ലഹരിയുമായി ബന്ധപ്പെട്ട് തന്നെയല്ലേ സഹോദരങ്ങളെ? ലഹരിയിൽ ആസ്വാദനം കണ്ടെത്തുന്ന പുതിയൊരു തലമുറയെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് തന്നെ സ്വർഗത്തിലേക്ക് എത്താനുള്ള എളുപ്പവഴിയാണ് ലഹരി ഉപയോഗം എന്ന് ലഹരി മാഫിയ പുതിയ തലമുറയെ, യുവാക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഒരു തമാശക്കായിരിക്കാം, ഒരുപക്ഷേ അതൊരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് പിന്നീട് എത്തിപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ തെരുവോരങ്ങളിൽ, എന്തിനേറെ ഗ്രാമീണ സൗഹൃദങ്ങളിലേക്ക് പോലും ഈ ലഹരി കടന്നു വരികയാണ്, ഈ മയക്കുമരുന്നുകൾ കടന്നു വരികയാണ്, ഈ മദ്യം കടന്നു വരികയാണ്. അവസാനം ആളിപ്പടരുന്ന തീനാളം പോലെ നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ ഗ്രാമങ്ങളിലേക്ക്, നമ്മുടെ വീടുകളിലേക്ക് ഇതെത്തിക്കൊണ്ടിരിക്കുന്നു എന്ന അപകടം തിരിച്ചറിയാൻ ഇനിയും വൈകിക്കൂടാ എന്ന് സമൂഹത്തോട് വിളിച്ചു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നതൊരു വലിയ വൻ വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ കേൾക്കുന്നത്, വായിക്കുന്നത്, നാം അറിയുന്നത്, തലയിൽ കൈവച്ചു പോകുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഉമ്മയെ തലക്കടിച്ചു കൊന്നവനും ഭാര്യയെ കഴുത്തറുത്തു കൊന്നവനും ഒരേ ഫ്രെയിമിലാണ് നമ്മൾ കാണുന്നത്. ലഹരിയുടെ പാർട്ടിയിലാണ് നമ്മൾ കാണുന്നത്. 6 പേരെ കൊല്ലാൻ ശ്രമിച്ച് അവസാനം 5 പേരെ കൊലപ്പെടുത്തിയവനും ലഹരിക്കടിമപ്പെട്ടവന്റെ കയ്യാലാണ് ആ 5 പേരും മരണപ്പെട്ടത്, കൊല്ലപ്പെട്ടത് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോ ഇവിടെയാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉമ്മയെ തിരിച്ചറിയാത്ത, ബാധ്യതകൾ മനസ്സിലാക്കാൻ കഴിയാത്ത, ഉത്തരവാദിത്തങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത, വാപ്പയെ തിരിച്ചറിയാൻ കഴിയാത്ത, ബന്ധങ്ങളുടെ വിലയറിയാത്ത ഒരു പുതിയ തലമുറ ഇതിന്റെ പിന്നാലെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുവെന്ന കാര്യം, ഇതിന്റെ പിന്നിലുണ്ട് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയുമ്പോ ഇതിൽ നിന്നും മോചിപ്പിക്കേണ്ട, ഇതിൽ നിന്നും അവരെ തിരിച്ചു കൊണ്ടുവരേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന കാര്യം, സമൂഹത്തിനുണ്ട് എന്ന കാര്യം, അവരെ ബോധവൽക്കരിക്കേണ്ട കാര്യം നമുക്കുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ നിങ്ങൾ, സമൂഹത്തിനു ആവശ്യമില്ലാത്ത, രാജ്യത്തിന് ആവശ്യമില്ലാത്ത, എല്ലാവർക്കും വെറുക്കപ്പെട്ടവനായി, ഭാര്യയ്ക്കും ഭർത്താവിനും ഉമ്മക്കും ഉപ്പക്കും കുടുംബത്തിനും വെറുക്കപ്പെട്ടവനായി ലഹരിക്കടിമപ്പെട്ടവൻ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 14 മുമ്പ് പറഞ്ഞത്, അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, അൽ ഖംറു ഉമ്മുൽ ഖബായിസ്. ഈ ഈദ്ഗാഹിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ നമ്മുടെ മനസ്സുകളിൽ, നമ്മുടെ കാതുകളിൽ മുഴങ്ങേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദം അൽ ഖംറു ഉമ്മുൽ ഖബായിസ്. മദ്യമാണ്, ലഹരിയാണ്, അതാണ് എല്ലാ തിന്മകളുടെയും മാതാവ്, അതാണ് എല്ലാ തിന്മകളിലേക്കും വഴി തുറക്കുന്നത്, വാതിൽ തുറക്കുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് പറഞ്ഞത്, അതിലേക്ക് നിങ്ങൾ അടുക്കരുത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ ലഹരിയെ പോലെ തന്നെ മറ്റൊരു ലഹരിയാണ് സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം എന്നത്. പ്രത്യേകിച്ച് പറയാതെ വയ്യ. ഇൻസ്റ്റാഗ്രാം എന്നത് പുതിയ തലമുറയുടെ മറ്റൊരു ലോകമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ മക്കളുടെ, നമ്മുടെ തലമുറയുടെ, പ്രത്യേകിച്ച് ടീനേജിന്റെ യുവാക്കളുടെ ഒരു ലോകമായി ഇൻസ്റ്റാഗ്രാം മാറിയിരിക്കുകയാണ്. അവരുടെ സംസാരങ്ങൾ അവരുടെ ഭാഷയിലാണ്, ഒരു കോഡിലാണ്, ഒരു ഐക്കണിലാണ് അവരുടെ സംസാരങ്ങൾ, അവരുടെ സമയം ചെലവഴിക്കുന്നത് അതിലാണ്. അതൊന്നും വേണ്ട എന്നല്ല, അതൊന്നും ഉപയോഗിക്കണ്ട എന്നല്ല. പക്ഷെ എന്തുപയോഗിക്കുമ്പോഴും, എന്ത് കാണുമ്പോഴും ഓർക്കണം, അറിയണം, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നാവർത്തിച്ച് ഈദ്ഗാഹിലേക്ക് വരുമ്പോഴും, പെരുന്നാളായി എന്നറിഞ്ഞപ്പോഴും നമ്മൾ പ്രഖ്യാപിച്ച തക്ബീറിന്റെ മഹത്വം. അല്ലാഹുവേ, ഞാൻ അറിയുന്നതും ഞാൻ ചെയ്യുന്നതും ഞാൻ പ്രവർത്തിക്കുന്നതും നീ കാണുന്നുണ്ട് നാഥ. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. എന്റെ വാപ്പയെ മറച്ചുവെക്കാം, എന്റെ ഉമ്മയെ മറച്ചുവെക്കാം, എന്റെ ഭാര്യയെ മറച്ചുവെക്കാം, എന്റെ ഭർത്താവിനെ മറച്ചുവെക്കാം, ലോകത്ത് മുഴുവൻ ആളുകളെയും മറച്ചുവെക്കാം. പക്ഷേ റഹ്മാനായ നാഥൻ, ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ്,
രഹസ്യത്തിലും പരസ്യത്തിലും എന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന കാര്യം ഞാൻ അറിയാതെ പോയാൽ നാളെ പരലോകത്ത് വിരൽ കടിക്കേണ്ടി വരുമെന്ന കാര്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, അരുതാത്തതിലേക്ക് പോകുമ്പോ, അരുതാത്തത് കാണുമ്പോ നോ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ഇതാണ് റമദാൻ നമ്മളെ പരിശീലിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്തരം ലഹരിയുടെ കേന്ദ്രങ്ങളിലേക്കും ഇത്തരം അപകടങ്ങളിലേക്കും വഴികേടിലേക്കും നമ്മുടെ മക്കളും നമ്മുടെ തലമുറകളും എത്തുന്നുവെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് കാരണങ്ങളുണ്ടാവാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ കുടുംബാന്തരീക്ഷം തന്നെയാണ്. സ്നേഹമില്ലാത്ത കുടുംബങ്ങൾ, ഐക്യമില്ലാത്ത കുടുംബങ്ങൾ, പരസ്പരം തിരിച്ചറിയാത്ത കുടുംബങ്ങൾ. കുടുംബങ്ങളുടെ പ്രത്യേകത തന്നെ ഖുർആൻ പറയുന്നത് വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂത്തിക്കും സക്കന. അവിടെ സ്നേഹമുണ്ടാകണം, അവിടെ ശാന്തിയുണ്ടാകണം, അവിടെ സമാധാനമുണ്ടാകണം. ശാന്തിയില്ലാത്ത സ്ഥലങ്ങളെ, സമാധാനമില്ലാത്ത വീടുകളെ കുടുംബമെന്ന് ഇസ്ലാം പറയില്ല. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന ഒന്നായി നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ മക്കൾ എല്ലാവരും ഒരുമിച്ച് ചേരുമ്പോൾ അവിടെ പരസ്പരം ബാധ്യതകളും ബഹുമാനങ്ങളും എല്ലാം തിരിച്ചറിഞ്ഞ് അവിടെ സ്നേഹിച്ചും സ്നേഹം കൊടുത്തും സ്നേഹം വാങ്ങിയും സ്നേഹം നൽകിയും ആ കുടുംബം മുന്നോട്ട് പോകുമ്പോൾ അവിടെ വളരുന്ന മക്കൾക്ക് ബാധ്യതകൾ മനസ്സിലാകും. അവിടെ വളരുന്ന മക്കളെ പിശാച് കൊണ്ടുപോകില്ല. അവിടെ വളരുന്ന മക്കള് പിശാചിന്റെ പിന്നാലെ പോകില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട ദമ്പതികളെ, അള്ളാഹു തന്ന വലിയ അനുഗ്രഹമാണ് നമുക്ക് ഇണകളെ എന്നുള്ളത്. പരസ്പരം ബാധ്യതകൾ മനസ്സിലാക്കാൻ കഴിയാതെ പോകരുത്. ആകാശത്തിന് കീഴെ മനുഷ്യന്മാർ നടത്തുന്ന ഏറ്റവും വലിയ കരാർ ഏതെന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വഅഖദ്ന മിൻകും മീസാഖൻ ഗലീദ. ഭാര്യയും ഭർത്താവും തമ്മിൽ അഥവാ രണ്ടുപേരെ തമ്മിൽ യോജിപ്പിക്കുന്ന നിക്കാഹ് എന്ന പവിത്രമായ കരാറാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആ കരാറിനെ ചതിക്കുന്ന, ആ കരാറിന് വിടവുണ്ടാക്കുന്ന വർത്തമാനങ്ങളോ നോട്ടങ്ങളോ പ്രവർത്തനങ്ങളോ അതൊന്നും ജീവിതത്തിലേക്ക് കടന്നു വരാതെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ, സന്തോഷത്തോടുകൂടെ പരസ്പരം വസ്ത്രത്തെ പോലെ ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാലാമതായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഇനി പിണക്കങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമില്ല എന്നുള്ളതാണ്. റമദാൻ നമ്മളെ പഠിപ്പിച്ചതാണ്. വിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10 രാവുകളിൽ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് നാം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേയുള്ളൂ, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അള്ളാഹുവേ മാപ്പ് നൽകണേ, മാപ്പ് നൽകണേ എന്ന് ആവർത്തിച്ചു പറഞ്ഞ വിശ്വാസികളെ, അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മാപ്പ് ആഗ്രഹിക്കുന്നുവെങ്കിൽ, എല്ലാവർക്കും മാപ്പ് കൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്കില്ലെങ്കിൽ പിന്നെ എങ്ങനെ ആ നാഥൻ നമുക്ക് മാപ്പ് തരും? ഈ ഈദ്ഗാഹിൽ ചേർന്നിരിക്കുന്നത് പോലെ, ഈ ഈദ് മുസല്ലയിൽ ചേർന്ന് നിന്നതുപോലെ നമ്മുടെ മനസ്സുകൾ ചേർത്ത് നിൽക്കാൻ, നമ്മുടെ മനസ്സുകൾ ചേർത്ത് വെക്കാൻ, തോളോട് തോളൊരുമി നിൽക്കാൻ, ഐക്യത്തോടെ സന്തോഷത്തോടെ സ്നേഹത്തോടെ നിൽക്കാൻ ഉമ്മത്തെ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, നമുക്ക് സാധിക്കണം. ഒരു പിണക്കങ്ങളും കുടുംബങ്ങളിൽ പാടില്ല, ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ പാടില്ല, അയൽവാസികൾ തമ്മിൽ പാടില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സന്ദേശം കൂടി ഈദ്ഗാഹിൽ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ റമദാനായി എന്നറിഞ്ഞതോടുകൂടെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഏറ്റവും കൂടുതൽ പ്രഖ്യാപിച്ചത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നുള്ളതാണ്. വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. അല്ലാഹു നിങ്ങൾക്ക് തന്ന ആ എണ്ണം പൂർത്തിയാക്കാൻ, അതുപോലെ തന്നെ അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് തന്നതിന്റെ പേരിൽ അല്ലാഹുവിനെ വാഴ്ത്തുകയാണ്, അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്, അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ തക്ബീറിന് ഘടകവിരുദ്ധമായ, അതിനെതിരായ ഒരു പ്രവർത്തനങ്ങളും ഒരു ഇബാദത്തുകളും ഒരു ആരാധനകളും ഒന്നും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൂടാ. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതേ കാണാവൂ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതേ പറയാവൂ എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അള്ളാഹുവിനെ സ്നേഹിക്കാൻ അല്ല, മറ്റെന്തിനേക്കാളും മറ്റാരേക്കാളും അള്ളാഹുവിനെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായാൽ അല്ല മതി സഹോദരങ്ങളെ. നമുക്ക് അള്ളാഹു നിങ്ങളെ സഹായിച്ചാൽ അതിനെ തോൽപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല മക്കളെ എന്ന് വിശുദ്ധ ഖുർആനാണ് പറഞ്ഞത്. അല്ല നിങ്ങളെ തോൽപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ ഒരാൾക്കും നിങ്ങളെ സഹായിക്കും. 6 പേരെ കൊല്ലാൻ ശ്രമിച്ചവൻ ആദ്യം കൊല്ലാൻ ശ്രമിച്ചത് അവന്റെ ഉമ്മയെയാണ്. ഷാള് കഴുത്തിൽ മുറുക്കിയിട്ടാണ് അവന്റെ ഉമ്മയെ കൊല്ലാൻ അവൻ ശ്രമിച്ചത്. കൊന്നുവെന്ന് മനസ്സിലാക്കി ഉമ്മ മരിച്ചുവെന്ന് വിചാരിച്ചിട്ടാണ്
അവൻ വീട് വിട്ടിറങ്ങി മറ്റു കൊലപാതകങ്ങൾ നടത്തിയത്. അവസാനം വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോ ആ ഉമ്മ മരിച്ചിട്ടില്ല, ആ ഉമ്മയുടെ ശ്വാസം പോയിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോ അവസാനം അവന്റെ കയ്യിലുണ്ടായ ചുറ്റിക കൊണ്ട് വീണ്ടും ആ ഉമ്മയുടെ തലക്കടിച്ച് ഉമ്മയെ കൊല്ലാൻ നോക്കിയ ഒരുത്തനിലെ. പക്ഷെ ആ ഉമ്മ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ആ ഉമ്മ ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന സമയത്ത് ഒരൽപ്പം ആശ്വാസം കിട്ടിയപ്പോ പോലീസുകാർ കടന്നു വന്നില്ലേ? ചോദിച്ച സമയത്ത് ആ ഉമ്മ പറഞ്ഞൊരു മറുപടിയുണ്ട്, എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഉമ്മയുടെ വില എന്തെന്നറിയാൻ, ഉമ്മയുടെ മനസ്സെന്തെന്നറിയാൻ ആ ഉമ്മയുടെ ഒറ്റ വാചകം മാത്രം മതി. ആശുപത്രി കിടക്കയിൽ ആദ്യം തന്റെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊല്ലാൻ ശ്രമിച്ച തന്റെ മകൻ പിന്നീട് മരിച്ചിട്ടില്ല എന്നറിഞ്ഞപ്പോ തലക്ക് ചുറ്റിക കൊണ്ടടിച്ച് കൊല്ലാൻ ശ്രമിച്ച മകനെ കുറിച്ച് ആ ഉമ്മ പറഞ്ഞ വാചകം എന്താണെന്നറിയോ? ഞാൻ വീണെന്റെ തല പൊട്ടിയത്, ഞാൻ എന്റെ കട്ടിലിൽ നിന്ന് താഴെ വീണ് എന്റെ തല പൊട്ടിയതാ. ആലോചിക്കണേ, ഇതാണ് ഉമ്മമാരുടെ മനസ്സ്. ആ ഉമ്മ 10 മാസം ഗർഭം ചുമന്ന് പ്രസവിച്ചതാ ആ മോനെ. ആ ഉമ്മ പ്രസവിച്ച സമയത്ത് ആ ഉമ്മ അനുഭവിച്ച വേദനകൾ 2 വർഷക്കാലം മുലയൂട്ടി ആ ഉമ്മക്കറിയാം ആ വേദന. അവിടെ നിന്നോട്ട് ആ മോന്റെ വളർച്ചയിൽ ഓരോ സമയത്തും നെടുവീർപ്പോടുകൂടി കണ്ട ആ ഉമ്മക്കറിയാം ആ വേദന. ഇതാണ് മക്കളെ ഉമ്മമാർ. എത്ര പ്രായമായാലും എത്ര വാർദ്ധക്യമായാലും അവരുടെ ഓരോ പ്രാർത്ഥനയിലും നമ്മളുണ്ട്, അവരുടെ ഓരോ ശ്വാസത്തിലും നമ്മളുണ്ട് എന്ന കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ട് അവരെ മറന്ന്, അവരെ ആലോചിക്കാതെ, അവരോട് പിണങ്ങിയൊന്നും നമ്മുടെ ജീവിതത്തിന്റെ ഒരു സെക്കൻഡ് പോലും പാടില്ല എന്നുകൂടെ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. അവരെ ഓർക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, അവരുടെ തൃപ്തിയോടുകൂടി ജീവിക്കുന്ന സ്വാലിഹീങ്ങളായ മക്കളിൽ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമദാൻ കഴിഞ്ഞാലും 6 നോമ്പ് എല്ലാവർക്കും അറിയാം. ശവ്വാലിലെ 6 നോമ്പ് ആരും മറന്നുപോകരുത്. കഴിയുന്നവർ നാളെ മുതലുള്ള 6 ദിവസങ്ങളിൽ തുടർച്ചയായി നോമ്പെടുക്കണം. അല്ലാത്തവർ ഈ വരുന്ന ശവ്വാലിലെ ശവ്വാൽ അവസാനിക്കുന്നതിന് മുമ്പേ ഏതെങ്കിലും 6 ദിവസങ്ങളിൽ ആ നോമ്പെടുത്താൽ വലിയ പ്രതിഫലമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓഫർ ചെയ്തിട്ടുള്ളത് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനും റഹീമുമായ നാഥ, ഈ ഈദ്ഗാഹിൽ നിന്ന് ഞങ്ങൾ പിരിയുകയാണ്. അള്ളാഹുവേ, ഞങ്ങളുടെ നമസ്കാരത്തെ, ഞങ്ങളുടെ നോമ്പിനെ, ഞങ്ങളുടെ റമദാനിനെ എല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ, ഞങ്ങളുടെ സ്വതക്കകൾ, ഞങ്ങളുടെ തറാവീഹ് നമസ്കാരങ്ങൾ എല്ലാം റബ്ബേ നീ ഞങ്ങളിൽ നിന്നും നീ സ്വീകരിക്കണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, 1 മാസക്കാലം കൊണ്ട് ഈമാനും തഖ്വയും ശക്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക്. അത് മരണം വരെ നിലനിർത്താൻ റബ്ബേ നീ ഞങ്ങളെ സഹായിക്കണമേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ സംഭവിച്ചു പോയിട്ടുണ്ട്, തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. അല്ലാഹുവേ, നീ ഞങ്ങൾക്കതെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങൾക്കിടയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഞങ്ങളുടെ കുടുംബങ്ങളിൽ അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. നാഥ, ഞങ്ങളുടെയും അവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റി നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, വലിയ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, പരീക്ഷിക്കപ്പെടുന്നവരുണ്ട്, വേദനകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. എല്ലാവർക്കും നീ ശമനം നൽകണേ റഹ്മാനെ. എല്ലാ അസുഖങ്ങൾക്കും ശിഫ നൽകാൻ കഴിയുന്നവരെ നിനക്ക് ശിഫ നൽകാൻ സാധിക്കും എന്ന പരിപൂർണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. നീ സമാധാനം നൽകണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഈ റമദാൻ അവസാനിക്കുമ്പോ ഞങ്ങൾ നിന്നോട് ചോദിക്കട്ടെ, റയ്യാൻ എന്ന കവാടം, നോമ്പുകാർക്ക് മാത്രമായി പ്രത്യേകമായി ഒരുക്കപ്പെട്ട റയ്യാൻ എന്ന കവാടം, നാഥ, ആ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇണകളിലും മനസ്സിന് സമാധാനവും കണ്ണിന് കുളിർമയും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്നവരുണ്ട്, സങ്കടപ്പെടുന്നവരുണ്ട്. നാഥ, അവർക്ക് നീ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇണകളിലും ഞങ്ങൾക്ക് നീ സമാധാനം നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, പിശാചിന്റെ എല്ലാവിധ ശർറിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും നീ കാത്തു സംരക്ഷിക്കണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ,
മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. മലക്കുൽ മൗത്ത് വരുമ്പോ സന്തോഷത്തോടുകൂടെ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയത്തൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി എന്ന സന്തോഷത്തിന്റെ വർത്തമാനം കേട്ട് നിന്നിലേക്ക് യാത്രയാവാൻ നീ ഞങ്ങളെ സഹായിക്കണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, നാളെ പരലോകത്ത് നിന്റെ കോടതിയിൽ ഞങ്ങൾ വന്നു നിൽക്കുമ്പോ സൂര്യൻ തലക്കൊരു ചാണ്വിത കത്തിച്ചൊലിച്ചു നിൽക്കുമ്പോ നാഥ 7 വിഭാഗം ആളുകൾക്ക് തണലിട്ട് കൊടുക്കുമ്പോ അതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിലെങ്കിലും നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്ന, 5 നേരം കൃത്യമായി നമസ്കരിക്കുന്ന, തഖ്വയോടും തവക്കുലോടും കൂടി ജീവിക്കുന്ന, ഏറ്റവും നീ ഇഷ്ടപ്പെടുന്നവരിൽ നീ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ തലമുറകളെ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ ശിർക്ക് വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم احفظ أوطاننا وأعز سلطاننا وأيده بالحق وأيد به الحق يا رب العالمين. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا في غزة. اللهم ثبت أقدامهم واربط على قلوبهم وصبرهم يا ذا الجلال والإكرام. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على